രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 വെറൈറ്റി റെസിപ്പീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. മൂന്നും സിമ്പിൾ ആണ്. നമുക്ക് രാവിലെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മൂന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് പച്ചരി നമ്മളൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ പച്ചരി ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മാത്രം മതി കേട്ടോ ഇതിലേക്ക്. നിങ്ങൾ കൂടുതൽ വെള്ളമൊന്നും ആക്കരുത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്യാത്ത ഉരുളക്കിഴങ്ങിനെ എടുത്താൽ മതി. അപ്പോൾ മാവിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറിയ കഷ്ണാക്കിയതും പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എരിവിനായിട്ട് ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ തിക്നെസ്സിലാണ് കേട്ടോ മാവ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. മാവ് ഒരുപാട് ലൂസായി പോയാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇതാ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 1-2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. കുറച്ച് സമയം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മറിച്ചിട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. എന്തായാലും ഒരു 5 മിനിറ്റിന് താഴെ മാത്രമേ വേണ്ടി വരൂ. എന്തായാലും ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് നമുക്ക് തേങ്ങാ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നീൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിലേക്ക് റവ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കാരണം അറിയാലോ റവ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റിയിട്ട് ഇതുപോലെ ആയി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതാ കുറച്ച് തേങ്ങയും ഉള്ളിയും ജീരകവും കൂടിയിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് ചൂടെല്ലാം പോയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മൈദ കുറച്ചും കൂടി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ പരത്തുമ്പം നേരിയതായി പോരുത്. കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. അപ്പം ഞാനിതിൻ്റെ തിക്നെസ് കാണിച്ചു തരാം. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ പരത്തി വെച്ചതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് പൊന്തി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഈ ഒരു കളറിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഒരു പൊരിച്ച പത്തിരിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതില്ലേ നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ അരിപ്പൊടി എടുക്കുക. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ട് നമ്മൾ ചോറ് എടുക്കണം. 2 കപ്പ് ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ അരിപ്പൊടിയും ചോറും എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് 2-3 പ്രാവശ്യം നമ്മൾ പൾസ് മോഡിലിട്ടിട്ട് അടിച്ചെടുത്താൽ ഇതുപോലെ നമുക്ക് കുഴച്ചെടുത്ത പോലെ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ മൊത്തം മാവും ഞാനിതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ ബോളാക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മളൊരു കവർ എടുക്കുക. അല്ലെങ്കിൽ ഒരു വാഴയിലേൻ്റെ കഷ്ണം എടുത്താലും മതി. അതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ബോളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മടക്കിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും.
അല്ലെങ്കിൽ സാധാരണ കൈവച്ചിട്ട് പരത്താൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതിന് നമുക്ക് ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് പൊന്തി വരും, ഓവറായിട്ടൊന്നും പൊന്തി വരില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് അരിപ്പത്തിലാണ്. അരി അരക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന അരിപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഒറ്റക്കുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ 3 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.